നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിന്ന് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജാണ് യൂണിവേഴ്സിനോടും സർവീശ്വരനോടും ചോദിക്കുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുമ്പോൾ 6 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളൊരു പഴയ ഓർമ്മയിലാണ് നിൽക്കുന്നത് എന്നാണ്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒരു ഗൃഹാതുരത്വം എന്നൊക്കെ പറയാം ഈ ഒരു കാർഡിനെ. അതേപോലെ തന്നെ നിങ്ങളെ ഒരാളെ സഹായിക്കാനായിട്ട് വരും എന്നുള്ളൊരു സൂചനയും കൂടെ ഈ കാർഡിനകത്തുണ്ട്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. അപ്പം ഏസ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറയുന്ന ഒരു വിജയത്തിൻ്റെ ഒരു കാർഡാണ്. ആ ഒരു വിജയം നിങ്ങളെ തേടി, നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളെ തേടി വരും എന്നാണ് ഏസ് ഓഫ് പെൻഡിക്കിൾസ് സൂചിപ്പിക്കുന്നത്. കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിജയിക്കും. കാരണം നിങ്ങളെ മനസ്സിന് അത്രയ്ക്ക് പവറുണ്ട്, വിൽ പവറുള്ള വ്യക്തിയാണ് നിങ്ങൾ ഏത് സാഹചര്യം വന്ന് വീണാലും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ തുറന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയുകയില്ല. നിങ്ങളെ മനസ്സിൽ തന്നെ വെച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. എത്ര തളർന്ന് വീഴാറായ ഒരു അവസ്ഥയിലാണെങ്കിലും പുറമേ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കത്തില്ല. പൂർവാധികം ശക്തിയോടെ നല്ല വിൽപ്പവറോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു വളരെ ചിന്തിച്ചും പ്രവർത്തിച്ചും ആണ് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയാണ്, അതാണ് നിങ്ങളുടെ വിജയമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ്. അത് നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കും. തീർച്ചയായും ഈ ഒരു രീതി നിങ്ങൾ സക്സസ്സിലോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം, നിങ്ങൾ എന്തിനെയാണോ നിങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ അത് ഒരു വിജയത്തിലെത്തും, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്നാണ് കാണിക്കുന്നത്. ഒരു സക്സസ്സിലോട്ട് തന്നെ പോകും. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ചിന്തകളും ഒക്കെ നിങ്ങളെ വിജയത്തിലോട്ട് തന്നെ നയിക്കും എന്നാണ് ഇന്നത്തെ ഒരു കാർഡ്സ് പറയുന്നത്.